ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വയനാട് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങളൊരു അടിപൊളി പാർക്കിൽ പോയ വീഡിയോ ആണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ ഒരു കുതിരനെ കണ്ടുട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ ഗായ്സ്. പാർക്ക് എത്ര അഡ്വഞ്ചറസ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗായ്സ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇവിടെ ഉണ്ടോ ഗായ്സ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയൻസിങ് ഇവിടെ ഉണ്ട് ഗായ്സ്. ഇത് മാത്രമല്ല, ഇവിടെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. ഇത്ര അടിപൊളിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പോകുമ്പോഴേ അറിയില്ലായിരുന്നു. പാർക്ക് ഭയങ്കര വലുതായതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ നടക്കാണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പാർക്ക് നല്ല വലുതാണെന്ന്. അവിടെ പൂക്കളും ചെടികളും മരങ്ങളൊക്കെ നല്ല രസത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനും രാജേഷ് മാമനും ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്നു. നിറച്ച ആൾക്കാരായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് ചെടികളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ. അതിൽ നിന്ന് പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഫൈനലി റൈഡ്സിൻ്റെ സ്ഥലത്തെത്തി. ഞങ്ങൾ റൈഡ്സിൻ്റെ അവിടെ എത്തിയപ്പോഴല്ലേ ഞാൻ, മിലു, കനി ഓടിക്കയറി സ്ലൈഡ് കണ്ടപ്പോൾ. ഞങ്ങൾ മൂന്നാല് സ്ലൈഡ് കണ്ടിട്ട് ഓടിക്കയറി എല്ലാം കീഞ്ഞ്. ഞാനില്ലേ ഗായ്സ്, മൂക്കും കുത്തി വീണ് ഗായ്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗായ്സ് കനി ഒരു കുട്ടിയായിട്ട് വരുന്നത്. ആരാന്ന് ചോദിച്ചപ്പോൾ കനിൻ്റെ ക്ലാസ്സിലത്തെ കുട്ടി. കനിൻ്റെ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നമ്മളൊന്നും വേണ്ട ഗായ്സ്, വിഷമം എനിക്ക്. അവിടെ മാമ്മമാരും ആൻറ്റിമാരൊക്കെ ഇരുന്ന് നല്ല വർത്താനം പറിച്ചില്ലുണ്ടോ ഗൈസ്. കനിക്ക് ഫ്ലൈയിങ് ചെയറിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ കനിയും മിലും കൂടി ഫ്ലൈയിങ് ചെയറിൽ കയറാൻ പോകണ്ടോ ഗൈസ്. മിലുവും കനിയും ഫ്ലൈയിങ് ചെയറിൽ കയറാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണ്ടോ ഗൈസ്. ഫ്ലൈയിങ് ചെയർ ഭയങ്കര സ്പീഡിൽ കറങ്ങിയായിരുന്നു. കനിക്കൊന്നും പേടില്ലായിരുന്നു. കനി സൂപ്പറായിട്ടിരുന്നു കേട്ടോ ഗായ്സ്. രണ്ട് പേരും നല്ല കൂളായിട്ടാണ് കേട്ടോ ഗായ്സ് ഇറങ്ങി വന്നത്. പിന്നെ എൻ്റെ ഊഴം കിട്ടി ഗായ്സ്. ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജെയിൻസിങ്ങാണ്. ഞാൻ കയറാൻ പോവാണ് ഗൈസ്. ഇത് ഇത്ര വലിയ കിളി പോണ സാധനമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആകാശം വരെ ഊനാലടിക്കണ? ആകാശം മുട്ടി ഊനാലടണ നിങ്ങൾക്കിപ്പം കാണാവുന്നതാണ് ഗൈസ്. ഞങ്ങളെ ഗ്രൂപ്പിൽ എനിക്കും ഉണ്ണിയേട്ടനും മിസ്ലാൻഡിക്കും മാത്രം ധൈര്യം ഉണ്ടായിട്ടുള്ളൂ ഗൈസ് ഇതിൽ കയറാൻ.
ഞാൻ ആകാശത്തെത്തി ഗൈസ്. നിങ്ങളിപ്പോൾ ഒരു വിസിൽ വിളി കേട്ടിട്ടുണ്ടാവും. പടച്ചോനെ കാത്തോളി. എൻ്റെ ബോധം പോയി ഗൈസ്. ഉണ്ണിയേട്ടനാണെങ്കിൽ ഭയങ്കര ചിയറിലായിരുന്നിട്ട് ഗൈസ്. ഞാൻ ഭയങ്കര കൂളായിട്ടിരുന്നു. കൂളായിട്ടല്ല ഗൈസ്, പേടിച്ച് ബോധം പോയി മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എൻ്റെ ബോധം എനിക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങൾ എൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. കിളി പോയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായോ? എല്ലാവരും കൂടി സ്പേസ് ടവറിലാണ് കേട്ടോ കയറിയത്. ബാക്കിയുള്ള എല്ലാവരും കൂടി. എൻ്റെ അമ്മച്ചി കോയിനെ കണ്ടവരെ പേടിച്ചോടുന്ന ആളാണ്. അപ്പം എങ്ങനെയാണ് ഗൈസ് ഇതിലൊക്കെ കയറാൻ പറ്റില്ല? ഇത് അടിപൊളിയല്ല ഗൈസ്, നോക്കൂ. ഇത് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു. കാണുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും. ഗായ്സ്, ഇവിടെ നിന്ന് നോക്കാൻ നല്ല വ്യൂ ആണ് കേട്ടോ ഗായ്സ്, നല്ല രസമാണ്. പിന്നെ എല്ലാവരും ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ ഗായ്സ്. ഞാൻ ചൂസ് ചെയ്തത് ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മേഘങ്ങൾ നോക്കിയിരുന്നു കേട്ടോ ഗായ്സ്, നല്ല രസമുള്ള മേഘങ്ങളായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തോട്ടോ ഗായ്സ്.
പിന്നെ അവിടുത്തെ ഗാർഡനിൽ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അപ്പം ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെയും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.